റാലി സിന്ദാബാദ്, വഖഫ് സംരക്ഷണ റാലി സിന്ദാബാദ്. നന്മക്കായി ദാനം ചെയ്ത, നന്മക്കായി ദാനം ചെയ്ത, നന്മക്കായി ദാനം ചെയ്ത, നന്മക്കായി ദാനം ചെയ്ത, ഭൂമിയും സ്വത്തും തട്ടിയെടുക്കാൻ, ഭൂമിയും സ്വത്തും തട്ടിയെടുക്കാൻ, ഭൂമിയും സ്വത്തും തട്ടിയെടുക്കാൻ, ഭൂമിയും സ്വത്തും തട്ടിയെടുക്കാൻ. വഖഫ് ബോർഡിന്റെ ഘടനയും അധികാരങ്ങളും അട്ടിമറിച്ച് മുസ്ലിം അസ്തിത്വം തകർക്കുന്നതിന് ഇറങ്ങിത്തിരിച്ച മോദി ഭരണത്തിന്റെ അന്ത്യം കുറിക്കുന്നതുവരെ വഖഫ് ഭേദഗതി BJPയെ പിന്തുടരുമെന്ന് SDPI ദേശീയ ജനറൽ സെക്രട്ടറി P. അബ്ദുൽ മജീദ് ഫൈസി. വഖഫ് സംരക്ഷണം സാമൂഹിക സുരക്ഷയ്ക്ക് എന്ന മുദ്രാവാക്യമുയർത്തി SDPI മലപ്പുറത്ത് സംഘടിപ്പിച്ച വഖഫ് സംരക്ഷണ റാലിക്ക് സമാപനം കുറിച്ചുകൊണ്ട് നടന്ന മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് പലപ്പോഴും വഖഫ് ആക്ടുകൾ ഉണ്ടായിട്ടുണ്ട്. വഖഫ് ആക്ടുകളിൽ ഭേദഗതികൾ ഉണ്ടായിട്ടുണ്ട്. 95 തന്നെ വഖഫ് ആക്ട് 2013 ഭേദഗതി ചെയ്തിട്ടുണ്ട്. അപ്പോഴൊന്നുമില്ലാത്ത എതിർപ്പ് എന്തിനാണ് ഇപ്പോൾ ഒരു ഭേദഗതി കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. യഥാർത്ഥത്തിൽ 95 വഖഫ് ആക്ട് 2013 സർക്കാർ ഭേദഗതി ചെയ്തത് ആ വഖഫ് ആക്ടിലുള്ള ചില ലൂപ്പ് ഹോൾസ് അടക്കുന്നതിന് വേണ്ടിയും കുറെ കൂടി കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ 95 വഖഫ് ആക്ട് ഭേദഗതി ചെയ്തുകൊണ്ട് BJP കൊണ്ടുവരുന്ന ഭേദഗതി ബില്ല് വഖഫിനെ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയല്ല, പകരം വഖഫിനെ തകർക്കുന്നതിന് വേണ്ടിയാണ്. പൗരത്വ ഭേദഗതി നിയമം പോലെ മുസ്ലിംകളെ മാത്രം ലക്ഷ്യമിട്ട് നിർമ്മിക്കുന്ന പുതിയ വഖഫ് ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധവും വിവേചനപരവുമാണ്. ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ഉൾപ്പെടെ അവരുടെ മതസ്ഥാപനങ്ങളും സ്വത്തുക്കളും സംരക്ഷിക്കുന്നതിന് പ്രത്യേകം നിയമങ്ങൾ രാജ്യത്തുണ്ട്. അതിലെല്ലാം അതാത് മതവിശ്വാസികൾക്ക് മാത്രമാണ് അംഗത്വം അനുവദിക്കുന്നത് എന്നിരിക്കെ മുസ്ലിം വഖഫ് ബോർഡിൽ മാത്രം മുസ്ലിംകളല്ലാത്തവരെ നിർബന്ധമായി ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശം മുസ്ലിം വിരോധത്തിന്റെ പ്രതിഫലനമാണ്. ഭരണഘടനാ വിരുദ്ധമായ ഈ നീക്കത്തെ ചെറുക്കേണ്ടത് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും ബാധ്യതയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്, താനാളൂർ.